ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കാമായിട്ട്, സ്വസ്ഥമായിട്ട്, സമാധാനപരമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം ഞാൻ മാറ്റിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടാകും, രാത്രിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കോഴി, കാക്ക, പിന്നെന്താ പട്ടി, പൂച്ച, മനുഷ്യന്മാർ, അങ്ങനെ പലതരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി അതൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതായത് ഓൺ വോയിസ് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂമിൽ ഞാൻ മോന് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അമ്മേനെ ഞാൻ പുറത്തേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ട്. കാരണം ഞാൻ കംപ്ലീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഞാൻ ആദ്യം തന്നെ എന്നെ പറ്റിയൊന്ന് പറയാം കേട്ടോ. ഞാൻ മുൻപ് വരെ, അതായത് യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതിൻ്റെ മുൻപ് വരെ ടൈം പാസ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പോട്ട് പെയിൻറ്റിങ്, ക്രാഫ്റ്റ് വർക്ക്, മ്യൂറൽ പെയിൻറ്റിങ്, അങ്ങനെ ഗ്ലാസ് പെയിൻറ്റിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മാരേജ് പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. പറഞ്ഞു വരികയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പുറമേ നിന്ന് വാങ്ങിക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്യണം, നമ്മുടെ കൈകൊണ്ട് ചെയ്ത സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറമെ ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് മറക്കാനും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വലിയ ബോക്സാണ് കേട്ടോ. ഇത് വന്നിട്ട് ട്രെൻഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അൾട്ടിമേറ്റ് റെസിൻ ആർട്ട് കിറ്റാണ്. ആക്ച്വലി ഈ സാധനം എൻ്റെ കയ്യിൽ വന്നിട്ട് കുറേ ആയി. ഞാനിത് അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഇതിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ. അവർ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ശരിക്കും ഈ റെസിൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്കത് ഒരു ചെറിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ ഒക്കെ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പിലുള്ളൊരു ബിസിനസ് കൂടിയാണ് റെസിൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പല ടൈപ്പിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് ഒക്കെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഫ്രെയിമൊക്കെ ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ യൂട്യൂബിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല റെസിൻ ആർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ട്രെൻഡി ക്രാഫ്റ്റിൻ്റെ അൾട്ടിമേറ്റ് റെസിൻ ആർട്ട് കിറ്റ്. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. നല്ല സേഫായിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ 116 പീസ് അൾട്ടിമേറ്റ് ഓൾ ഇൻ വൺ റെസിൻ ആർട്ട് കിറ്റ് എന്നാണ് അതിൻ്റെ പേര് മൊത്തത്തിൽ വരുന്നത്. ഇതിന് 899 റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള പ്രൈസും കാര്യങ്ങളും. എനിക്കിത് ഓഫറിൽ കിട്ടിയെന്നേ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു റെസിൻ ആർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണോ എല്ലാ കാര്യങ്ങളും ഈ ഒരു പാക്കിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനിത് ഇങ്ങനെ വടിയിൽ വെക്കട്ടെ. ഇതിൽ 2 സെറ്റ് ഗ്ലൗ വരുന്നുണ്ട് കേട്ടോ. നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു സാൻഡ് പേപ്പർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതേപോലെ പേപ്പർ കപ്സ്
കപ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു 5 കപ്പ് വരുന്നുണ്ട്, പേപ്പർ കപ്പ്. ഇത് നമുക്ക് റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു തരുന്നതാണ്. നോർമൽ കപ്പാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലൊരു ഗോൾഡൻ പേപ്പറില്ലേ, ഗോൾഡൻ ഫ്ലേക്സിൻ്റെ പേപ്പർ, ആ സംഭവം വരുന്നുണ്ട്. അത് നമുക്ക് റെസിനിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡൻ കളറിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലത്തെ കീ ചെയിൻ്റെ സംഭവമാണ്. ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ചെയിൻ്റെ ഈ ഒരു സാധനം വരുന്നുണ്ട്. വരുന്നത് ഇതേപോലെ കീ ചെയിൻ്റെ എന്താ പറയുക, ഹോൾഡ് ചെയ്ത് വെക്കുന്ന, ഹാങ് ചെയ്യുന്ന ആ സംഭവമല്ലേ, അതാണ് കേട്ടോ വരുന്നത്. ഇത് ഗോൾഡൻ ടൈപ്പിലും സിൽവർ ടൈപ്പിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതേപോലെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുന്ന ഫ്ലവറൊന്നും അല്ല കേട്ടോ, വേറെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഫ്ലവറാണ്. അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനൊരു മോൾഡ് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ. പക്ഷേ ഈ മോൾഡിൽ നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് നമുക്കിങ്ങനെ ചാരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, ഇങ്ങനെ ചുമൻ്റെ മേലൊക്കെ ഇങ്ങനെ ചാരി വെക്കാനും അതേപോലെ എന്താ പറയുക സ്റ്റാൻഡിൻ്റെ മേലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് മോൾഡിൻ്റേതാണ് കേട്ടോ. റെസിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇതാണ്. ഇത് വന്നിട്ട് സിലിക്കോണിൻ്റെ തന്നെയാണ് എല്ലാ മോൾഡും വരുന്നത്. സിലിക്കോൺ ആൽഫബറ്റ് മോൾഡ്. പിന്നെ അതേപോലെ നമ്പേഴ്സും വരുന്നുണ്ട് കേട്ടോ. 1 to 9 വരെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. ABCD കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ല മോൾഡാണ്, അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മോൾഡിന്. പിന്നെ വരുന്ന ഒരു മോൾഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കണ്ടോ, ഒരു ലീഫിൻ്റെ ടൈപ്പ് ലീഫ്, ഇങ്ങനൊരു മോൾഡ് വരുന്നുണ്ട്. ലീഫാണോ അതോ കോഴിത്തൂവലാണോ? കോഴിത്തൂവലല്ല, കാക്കത്തൂവലാണോ? എന്തായാലും അങ്ങനെ ഒരു മോൾഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനൊരു സംഭവമാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക്, ഈ കാണുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് റെസിൻ ഫില്ല് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം വരുന്നുണ്ട്. അത് സിൽവറിലും ഗോൾഡിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതേപോലത്തെ എന്താ പറയുക, ഗിൽറ്റിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റാറിൻ്റെ ഒരു ടൈപ്പ്. ഇത് സ്റ്റാറിൻ്റെ സംഭവമാണ്. ഇത് റൗണ്ടായിട്ടുള്ള ചെറിയ, ഇത് ഗിൽറ്റിൻ്റെ പൗഡറാണ്. ഓരോന്ന് കാണിച്ചിരിക്കണം. ഇത് സ്റ്റാറിൻ്റെ സംഭവമാണ് കേട്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാറാണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ വരുന്നത് ഇതാണ്, റൗണ്ടായിട്ട് പല വലിപ്പത്തിലുള്ള ഒരു പിങ്ക് കളറ്, ലൈറ്റ് പിങ്ക് കളറ്. പിന്നെ വരുന്നത് ഇതേപോലെ ഒരു സംഭവമാണ്. ഇതും നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ, കളർ തന്നെയാണ്. 1 2 3 4 5 6 ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം നമ്മൾ റെസിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ, ഓരോ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഇതാണ്, നമ്മുടെ കമ്മലിൻ്റെ ഇതല്ലേ കൊളത്തിടുന്ന, ഹോളിൽ കൊളത്തിടുന്ന ആ സംഭവം, അതാണ് കേട്ടോ. ഇതും സിൽവർ കളറിലും ഗോൾഡൻ കളറിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതേപോലെ ഒരു ഫില്ലർ വരുന്നുണ്ട്. നമുക്ക് ഈ സംഭവമല്ലേ, ഇതാ ഈ കമ്മലിൻ്റെ ഇതൊക്കെ, ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് റെസിൻ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫില്ലായിക്കോളും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫില്ലർ തന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള മോൾഡ് ഇതാണ് കേട്ടോ. ഇത് സിലിക്കോണിൻ്റെ മോൾഡിൻ്റെയാണ് കണ്ടോ. ഈ മോൾഡ് എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ
കാണിച്ചു തരാം. കണ്ടോ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോൾഡ് തന്നെയാണ്. ഇതിൻ്റെ മേലെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഒരു സംഭവം. ഇങ്ങനെയുള്ള മോൾഡ് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് പിന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഹോളും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ സംഭവം ഉള്ളതിനുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഗ്യാപ്പ് ഉണ്ടായിക്കോളും. അപ്പോൾ ഇതെനിക്ക് വലിയ ഇഷ്ടമായി. ഇത് നമുക്ക് കമ്മലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് മോൾഡാണ് കേട്ടോ. ഇനി ഒരു മോൾഡും കൂടി ഉണ്ട് കണ്ടോ, ഇങ്ങനത്തെ. ഇതും അതേപോലത്തെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ട് കണ്ടോ, ഇതേപോലെ. ഓക്കെ, പിന്നെ ഇനിയാണ് അടുത്ത മെയിനായിട്ടുള്ള ആള്. ഇത്രയും കാണിച്ചത് മോൾഡും അതേപോലെ എന്താ പറയുക ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇനിയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ്. ഇതാണ് നമ്മുടെ റെസിൻ ആർട്ടിൻ്റെ കിറ്റിൽ വരുന്ന റെസിൻ. ഇതാണ് കേട്ടോ, കണ്ടോ, ഇങ്ങനെ ഇത്രയും പോകുന്നത് ചെറിയൊരു ബോക്സിലാണ്. ഇത് 2:1 ആണ് ഇതിൻ്റെ മിക്സിങ് റേഷ്യോ വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത് എപ്പോക്സി റെസിനാണ് കേട്ടോ. എപ്പോക്സി റെസിനും ഹാർഡ്നറും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് മിക്സ് ചെയ്യണം. ക്യൂറിങ് ടൈം അവർ പറയുന്നത് 7 hours ആണ്. പക്ഷേ 24 hours ഫുള്ളായിട്ട് ക്യൂറിങ് ടൈം വിട്ടുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 ബോട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇത് റെസിനാർട്ടിൻ്റെ, ഇത് ഹാർഡ്നറാണ് കണ്ടോ. ഇത് ഹാർഡ്നറാണ്, 50 ഗ്രാമാണ്. പിന്നെ ഈ ബ്ലൂ കളറാണ് നമ്മുടെ എപ്പോക്സി റെസിൻ. ഇത് 100 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതേപോലത്തെ സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. കോല് തന്നിട്ടുണ്ട്, നമ്മൾ ഐസിൻ്റെ ഐസ് സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക. ഓക്കെ, ഈ 2 സാധനം കുറച്ച് അധികം ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കണ്ണിലാവാതെ മേലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. ഹാർഡ്നറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആവുന്നതെങ്കിൽ അത് നമ്മുടെ മേലെ ഉറച്ചു പോകുന്നതാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എത്താത്ത സ്ഥലത്തൊക്കെ ഇത് വെക്കുക കേട്ടോ. പിന്നെ മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നതാണ്. പിന്നെന്താണ്, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ണ്, മൂക്ക് ഒക്കെ ശ്രദ്ധിക്കുക. ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒരു കണ്ണടയും കൂടി വയ്ക്കുക. അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും ഈ ഒരു ബോക്സിലേക്ക് തന്നെ എടുത്ത് വെക്കാണ്. കറക്റ്റായിട്ട് തന്നെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം ബാക്ക് ടു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മളൊരു റെസിൻ ആർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതാണ്. പോട്ട് പെയിൻറ്റിങ്, അതേപോലെ ക്രാഫ്റ്റ് വർക്ക്, പിന്നെന്താ മ്യൂറൽ പെയിൻറ്റിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്നാലും ഞാനത് ചെയ്യും. എനിക്കിഷ്ടമാണ്. കാരണം നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല പരിപാടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ കഴിഞ്ഞിട്ട്
ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം കൂടി ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ബിസി ടൈമിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമ്മളൊരു റെസിൻ ആർട്ട് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.